സമാന സ്വഭാവമുള്ള രണ്ട് സംഭവങ്ങൾ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ ഈജിപ്തിൽ നിന്ന് കാനാനിലേക്കുള്ള യാത്രക്കിടയിലുണ്ട്. അതായത് വായിക്കുമ്പോൾ രണ്ടും ഒരു സംഭവമാണെന്ന് തോന്നും. സംഭവം ഇതാണ്: ജനം മരുഭൂമിയിലെ ഒരു പ്രത്യേക പ്രദേശത്തെത്തി, സീൻ മരുഭൂമിയിലെത്തി. അവിടെ വെച്ച് ജനത്തിന് കുടിക്കാൻ വെള്ളമില്ലാതായി. ബൈബിളിൽ പറയുന്ന കണക്കനുസരിച്ച് ഏതാണ്ട് 20 ലക്ഷം ആളുകളുണ്ട്. അപ്പൊ ഈ 20 ലക്ഷം ആളുകൾ മരുഭൂമിയിൽ വെച്ച് കുടിക്കാൻ വെള്ളമില്ലാതെ വന്നാൽ 10 പേര് ദാഹിച്ചാൽ ഉണ്ടാവുന്ന പൊല്ലാപ്പ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 100 പേർക്ക് ദാഹിച്ചാൽ അവിടെ അടിയാവും. 1000 പേരുടെ കാര്യം പറയാനില്ല. അപ്പൊ 20 ലക്ഷം ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ല. നമ്മൾ ഈ ഇസ്രായേൽ ജനത്തെ ഒത്തിരി കുറ്റം പറയുമ്പോഴും ഇവരുടെ സഹനശേഷിയെ നമ്മൾ കുമ്പിട്ട് മാനിക്കേണ്ടതുണ്ട്. അറ്റം പറ്റുമ്പോഴാണ് ഇവർ പ്രതികരിക്കുന്നത്. കുടിക്കാൻ വെള്ളമില്ലാതെ വന്നപ്പോ മനുഷ്യ മാത്രമല്ല, കന്നുകാലികൾ, വളർത്തുമൃഗങ്ങൾ, കുഞ്ഞുങ്ങളുണ്ട്, രോഗികളുണ്ട്, വയ്യാത്തവരുണ്ട്, കിടക്കയിൽ എടുത്തുകൊണ്ട് കൊണ്ടുപോയി. ഇങ്ങനെ ഈ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ, ആബാലവൃദ്ധം, രോഗികൾ, ആരോഗ്യമുള്ളവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ജനതയാണ്. അപ്പൊ ഈ ജനത ഇങ്ങനെ കുടിക്കാൻ വെള്ളമില്ലാതെ വന്ന സമയത്ത് അവർക്കാകെ ദേഷ്യപ്പെടാനുള്ള ഏക ആള് മോശയാണല്ലോ വിളിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് മോശയുടെ അടുത്ത് ഒരു തല്ലുകൂടാൻ തുടങ്ങി, ബഹളം വെച്ചു. അപ്പൊ മോശയ്ക്ക് സങ്കടവും അരിശവും വന്നിട്ട് കർത്താവിന്റെ അടുത്ത് എന്ന് സാഷ്ടാംഗം വീണ് കിടന്ന് കരഞ്ഞ്, ഞാനാണോ ഈ ജനത്തെ ഗർഭധരിച്ചത്? ഞാനാണോ ഇവരെ പാലൂട്ടിയത്? ഞാൻ എന്തിനാണ് ഇവരുടെ ഭാരം പേറുന്നത് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് മല്ലടിക്കുന്ന സമയത്ത് കർത്താവ് പറയും, അധികാരത്തിന്റെ ദണ്ട്, അധികാരത്തിന്റെ വടി നിന്റെ കയ്യിൽ ഞാൻ വെച്ച് തന്നിട്ടുണ്ട്. അതെടുത്തുകൊണ്ട് നേരെ പോവുക, പാറമേൽ അടിക്കുക. അപ്പൊ മോശ നേരെ പോയി വിശ്വാസത്തോടെ. ദൈവം പറഞ്ഞാലും ഈ വടിയെടുത്ത് ഇങ്ങനെ ഉയർത്തി വടി നീട്ടാൻ പറഞ്ഞപ്പോ കടല് മാറിയ അനുഭവമൊക്കെ മോശയുടെ തലേ കിടപ്പുണ്ടല്ലോ. അപ്പൊ വളരെ വിശ്വാസത്തോടെ, ആവേശത്തോടെ അദ്ദേഹം ചെന്നിട്ട് ഈ പാറമേൽ അടിച്ചു. ബൈബിൾ പറയുന്നു, പാറയിൽ നിന്ന് വലിയ നദി ഒഴുകി, ഒരേ ജീവജലത്തിന്റെ അരുവിയിൽ നിന്ന് അവർ പാനം ചെയ്തു എന്ന് 1 കൊരിന്ത്യർ 10 അതിനെ പിന്നീട് പൗലോസ് പരാമർശിക്കും. ജീവന്റെ നദി ഒഴുകി, ആ നദിയിൽ നിന്ന് അവർ കുടിച്ചു, തൃപ്തരായി യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഇതേ സംഭവം ആവർത്തിക്കപ്പെടും. അതായത് ഒരു മരുഭൂമിയുടെ മറ്റൊരു ഭാഗത്തെത്തുന്നു, അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. ഇനി ശ്രദ്ധിക്കണം, വെള്ളമില്ലാതെ വന്നപ്പോ മോശയെ അവര് വലിച്ചു കീറുമെന്നൊരവസ്ഥ വരുമ്പോ മോശ ദൈവത്തിന്റെ അടുത്ത് ചെന്നു. ഇത്തവണ മോശ വളരെ പര്യാകുലനും വളരെ അമർഷം പൂണ്ടവനും വളരെ കുപിതനുമായിട്ടാണ് ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ദൈവത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹം ദൈവത്തോട് ഈ അമർഷവും ദേഷ്യവും എല്ലാം വെളിപ്പെടുത്തുമ്പോ കർത്താവ് മോശയോട് പറഞ്ഞു, നീ നേരെ പോയി ആ പാറയോട് കൽപ്പിക്കുക, പാറയോട് പറയുക. ഈ പഴയ ഓർമ്മ കിടപ്പുണ്ടല്ലോ, അടിച്ച ഓർമ്മ. ആദ്യം പോയപ്പോ അടിക്കല്ലേ ചെയ്തേ. ഈ അനുഭവത്തിന് ഈ പ്രശ്നമുണ്ട്, ഈ പരിചയ സമ്പത്തിന് ഈ പ്രശ്നമുണ്ട്. എന്തെന്നറിയോ? അത് നമ്മുടെ സകല ആശ്രയത്വത്തെയും നശിപ്പിക്കും. ഈ മുൻകാല പരിചയങ്ങളുടെ, ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറഞ്ഞാൽ എന്താ, ഞാൻ ഇത് 18-19 കൊല്ലം ഇതിങ്ങനെ നിൽക്കാൻ തുടങ്ങി. ഈ അനുഭവത്തെ ഡിപ്പെൻഡ് ചെയ്താൽ അത് നമ്മളെ ദൈവാശ്രയത്വത്തെ നശിപ്പിച്ചു കളയും. കാരണം നമ്മൾ എക്സ്പീരിയൻസ്ഡ് അല്ലേ, പ്രൊഫഷണൽ അല്ലേ, അനുഭവത്തെ ഡിപ്പെൻഡ് ചെയ്ത. അപ്പൊ ഈ മോശയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു അനുഭവം കിടപ്പുണ്ട്. അതായത് ഇതുപോലൊരു വലിയ കരിമ്പാറ, ഇതുപോലെ സമാനമായ ദാഹിച്ചു വലയുന്ന ജനം, വെള്ളമില്ലാത്ത അവസ്ഥ. അപ്പോ വടിയെടുത്ത് അടിച്ച ഒരു എക്സ്പീരിയൻസ് കിടപ്പുണ്ട്. ആ പ്രീവിയസ് എക്സ്പീരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ദൈവം പറഞ്ഞതിന്റെ ഡീറ്റെയിൽസ് കേൾക്കാൻ നിൽക്കാതെ മോശ നേരെ പോയി ഒരു 5-6 അടി അങ്ങോട്ട് അടിച്ചു. ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്, പുരോഹിതൻ മോശമാണെങ്കിലും ജനത്തിന് കൊടുക്കേണ്ട കൃപ ദൈവം തടയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പുരോഹിതൻ അഴുക്കാണെങ്കിലും ജനത്തിന് കിട്ടേണ്ട കൃപ ദൈവം തടയില്ല. എന്ന് പറഞ്ഞാൽ പുരോഹിതൻ പാപം ചെയ്തിട്ടാണ് വന്ന് കുർബാന ചൊല്ലുന്നതെങ്കിലും ആ ഡീല് പുരോഹിതനോട് ദൈവം തീർത്തോളും. പക്ഷെ ജനത്തിലെ കുർബാനയിലെ കൃപ നഷ്ടപ്പെടില്ല. പുരോഹിതൻ അനുസരണക്കേട് കാണിച്ചിട്ടാണ് ഈ അടിക്കുന്നതെങ്കിലും ദൈവം എന്ത് ചെയ്തു? വെള്ളം കൊടുത്തു. എല്ലാവരും വെള്ളം കുടിച്ച് തൃപ്തരായി കഴിഞ്ഞപ്പോ മോശ ദൈവം വിളിച്ചു, ഇനി വരാൻ പറഞ്ഞു. ഇനി പോരും, എന്തായി കാണിച്ചേ? അതായത് നീ എന്നിൽ വിശ്വസിക്കത്തക്ക വിധം എന്നെ പൂർണ്ണമായിട്ട് ആശ്രയിച്ചില്ല, നീ തന്നിഷ്ടം പോലെ പെരുമാറി. അതുകൊണ്ട് നീ കാനാൻ ദേശത്ത് കാലുകുത്തില്ല. ഇത് വായിക്കുമ്പോഴൊക്കെ എനിക്ക് ശരിക്കും സങ്കടം വന്നിട്ടുണ്ട്. 1-2 അല്ല, 120 കൊല്ലം ഒരു മനുഷ്യൻ കാത്തിരുന്നത് ഈ തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത നാട്ടിന്റെ ആ പറുദീസയിൽ കാലുകുത്താനാണ്. ഈ 40 കൊല്ലം, 4 പതിറ്റാണ്ട് ഈ വേവിലും വറുതിയിലും ഉഷ്ണച്ചൂടിലും ഈ ജനത്തെ ഒരമ്മ കുഞ്ഞിനെ മാറത്തെടുത്ത് കൊണ്ടു നടക്കുന്നത് പോലെ പരിപാലിച്ച് കൊണ്ടു നടന്ന് യാത്ര ചെയ്തത്, ഈ ക്ലേശക്ലിഷ്ടങ്ങളെല്ലാം സഹിച്ചത് ഈ മനുഷ്യൻ വാഗ്ദത്ത നാട്ടിൽ കാലുകുത്താമെന്ന പ്രതീക്ഷയോടാണ്. പക്ഷെ ദൈവം പറയാണ്, നെബോ മലയുടെ മുകളിൽ കയറി നിന്നിട്ട് നീ എല്ലാം നോക്കിക്കണ്ടോ, നീ കാലുകുത്തത്തില്ല, നിന്നെ കാലുകുത്തിക്കില്ല. സങ്കടം വരില്ലേ സത്യം പറഞ്ഞാല്? ദൈവം എന്നാ ഇത് വെറുതെ ഒരു 2 അടി അടിച്ചതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യാവോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ മനുഷ്യര് പോലും ചെയ്യത്തില്ല. ശരിയല്ലേ ഞാൻ പറയണേ? അതായത് ഒന്ന് കരഞ്ഞ് ഒരു മാപ്പൊക്കെ പറഞ്ഞു കഴിയുമ്പോ സാരമില്ലെന്നാ കയറിക്കൊള്ളാൻ പറയും അല്ലേ? ഇതിവിടെ ദൈവത്തിന് ഒരു മനസ്സലിവില്ല മോശയുടെ കാര്യത്തിൽ. അപ്പൊ ഇനി എന്നെ ശ്രദ്ധിച്ചേ, ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവം എന്തിനായിരിക്കും ഇത്രയും കാർക്കശ്യത്തോടെ മോശയോട് പെരുമാറിയത്? 2 കാരണങ്ങളുണ്ട്. 2 കാരണം. ഒന്നാമത്തെ കാരണം,
ഈ അനുസരണക്കേട് കാണിച്ച് കുറച്ചു ദിവസം കഴിയുമ്പോൾ മോശ മരിച്ചു കഴിയുമ്പോൾ യൂദാസിന്റെ ലേഖനം 9-ാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ പ്രധാന ദൂതനായ മീഖായേൽ ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. എന്ന് പറഞ്ഞാല് ഒരു സംഭവം വിവരിക്കുകയാണ്. മോശ മരിച്ചു കിടക്കുമ്പോ മോശയുടെ ശരീരത്തിന്റെ മേലും ആത്മാവിന്റെ മേലും അവകാശം പറഞ്ഞുകൊണ്ട് സാത്താൻ വന്നു എന്നാണ് അവിടുത്തെ പരാമർശ വിഷയം. അപ്പോ മോശയുടെ ശരീരത്തെയും ആത്മാവിനെയും അതിന്റെ അവകാശം വാങ്ങാൻ സാത്താൻ വന്നു. അപ്പൊ മിഖായേൽ പറഞ്ഞു, ഇല്ല, മോശ ദൈവത്തിൻ്റെതാണ്. എന്തുകൊണ്ടാണ് സാത്താൻ അവകാശം പറയാൻ വന്നത്? അനുസരണക്കേട് കാണിച്ച് ആ അനുസരണക്കേടിൽ മരിച്ച മോശയുടെ നിയമലംഘനത്തെ പറ്റി ശരിയായ അറിവുള്ള സാത്താൻ ആ നിയമം ലംഘിച്ച മോശയുടെ മേൽ തനിക്ക് അവകാശമുണ്ടെന്ന്. Satan has a legal claim. When we violate a law, Satan has a legal claim on us. അതാണ് ബൈബിളിന്റെ ഒരു പഠനമാണത്. അതായത് നമ്മൾ എവിടെ ഒരു വചനം തെറ്റിക്കുന്നോ അവിടെ സാത്താന് നമ്മുടെ മേൽ ഒരു റൈറ്റ് ഉണ്ട്, അവനൊരു അവകാശം പറയും. അപ്പൊ അതാണ് പറയുന്നത്. വെളിപാട് 12:11 പറയും, സഹോദരരെ, നമ്മുടെ സഹോദരരെ രാപകൽ ദുഷിക്കുകയും ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. കണ്ടോ, അവന്റെ ജോലി എന്താണ്? ദൈവത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് വിശുദ്ധരെ കുറിച്ച്, സഭാമക്കളെ കുറിച്ച്, വിശ്വാസികളെ കുറിച്ച് പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാത്താന്റെ ജോലി. അപ്പൊ അവൻ ഈ പഴി പറയുക എന്ന് പറഞ്ഞാൽ വെറുതെ ചെന്ന് നമ്മൾ പറയുന്ന പോലെ പരിദൂഷണം പറയല്ല. അവൻ ഇങ്ങനെ കണ്ടെത്തും. എന്താണ്? ഓരോന്ന് നമ്മൾ ലംഘിച്ചിട്ടുള്ള വചനം എല്ലാം കണ്ടെത്തിയിട്ട് എന്നിട്ട് പറയും. മനസ്സിലാവുന്നുണ്ടോ? വേറെ വചനമുണ്ട്. സക്കറിയ 3 കിടപ്പുണ്ട്. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിന്റെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റമാരോപിക്കാൻ അവന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ദൈവമായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. ശ്രദ്ധിച്ചു കേട്ടെ, സാത്താന്റെ സ്വഭാവം എന്താണ്? കുറ്റം ആരോപിക്കുക, അവകാശം പറയുക. ഈ ആളുടെ മേൽ, ഈ കുടുംബത്തിന്റെ മേൽ എനിക്കാണ് അവകാശം എന്ന് പറയുക. ഇതാണ് അവന്റെ ജോലി. അതിന് അവൻ ലൂപ്പ് ഹോളുകൾ കണ്ടുപിടിക്കും. നമ്മൾ എവിടെ വചനം തെറ്റിച്ചിട്ടുണ്ടോ, നമ്മൾ എവിടെ നിയമം തെറ്റിച്ചിട്ടുണ്ടോ, നമ്മൾ എവിടെ പാപത്തിൽ തുടരുന്നുണ്ടോ, അതവൻ കണ്ടുപിടിച്ചിട്ട് നമുക്കെതിരെ അവൻ ചെന്ന് ദൈവത്തോട് അവകാശം ഉന്നയിക്കും. അപ്പൊ ഇങ്ങനെ മോശയ്ക്കെതിരെ അവകാശം ഉന്നയിക്കുമ്പോൾ സാത്താന് ഒരു ലീഗൽ ക്ലെയിം ഉണ്ടാകാതിരിക്കാൻ അതിന് തത്തുല്യമായ ഒരു ശിക്ഷ കൊടുത്ത് മോശയെ സാത്താന്റെ അവകാശത്തിൽ നിന്ന് ദൈവം രക്ഷിക്കുകയായിരുന്നു. അതാണ് ഒന്നാമത്തെ കാരണം. മനസ്സിലായി ഞാൻ പറഞ്ഞേ? കാനാൻ ദേശത്ത് കാലുകുത്തിക്കാഞ്ഞതിന്റെ കാരണം മോശയുടെ മേൽ സാത്താന് ഒരവകാശം ഉണ്ടാകാതിരിക്കാൻ. യേശു കുരിശ് മരിച്ചിട്ടില്ല, യേശുവിന്റെ പാവപരിഹാര ബലിയുടെ യോഗ്യതകൾ അന്ന് നിലവിലില്ല. അപ്പൊ അതുകൊണ്ട് അതിന് തത്തുല്യമായ ശിക്ഷ കൊടുത്ത്, വലിയൊരു ശിക്ഷ കൊടുത്ത് മോശയെ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് തടഞ്ഞപ്പോൾ ദൈവം ലക്ഷ്യം വെച്ചത് എന്താണ്? മോശ സ്വർഗീയ കാനാനിൽ കാലുകുത്തണം. മനസ്സിലായോ? ഭൗമിക കാനാനിലെ അവകാശം നിഷേധിച്ചത് സ്വർഗീയ കാനാനിൽ അവകാശം തരാൻ വേണ്ടിയിട്ടാണ്. ഇനി മോശ വാഗ്ദത്ത നാട്ടിൽ കാലുകുത്തിയിട്ടുണ്ടോ? ഉണ്ട്. എപ്പോഴെന്നറിയാമോ? കർത്താവ് ഈശോ മിശിഹാ വന്നു കഴിഞ്ഞ് താവോർ മലയിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ മോശയും ഏലിയായും അവിടെ വന്ന് അവനോട് സംസാരിച്ചു. നിങ്ങളെന്നാലും ചോദിക്കേ, യേശു ഇല്ലാത്തൊരു വാഗ്ദത്ത നാട്ടിലാണോ കാലുകുത്താൻ മോശയ്ക്കിഷ്ടം? യേശു ഉള്ളൊരു വാഗ്ദത്ത നാട്ടിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുറവുകളൊക്കെ നാളെ ഒരു നന്മയാക്കി മാറ്റാൻ ദൈവത്തിന് പറ്റും. വലിയ ഗ്രേറ്റർ ഗുഡ് തരും.